അദ്ദേഹം പലപ്പോഴായി പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതിയും നടപ്പിലാക്കാറില്ല. ഒരുപാട് പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതൊന്നും ജെനുവിൻ ബിസിനസ് അല്ല. ഇതിന്റെയൊക്കെ പിന്നിൽ നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പണം പറ്റിച്ചെടുക്കുക എന്നതാണ്. ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിന്റെ തട്ടിപ്പ് ബോച്ചെറ്റിയാണ്. ഈ ബോച്ചെറ്റി ഒരു തട്ടിപ്പാണ് എന്നതിന് ഒരു തർക്കവും വേണ്ട. ആ ബോച്ചെറ്റിയിലൂടെ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ തന്നെ കോടികൾ സമ്പാദിച്ചു കാണും. ബോബി ചെമ്മണ്ണൂരിന്റെ എല്ലാ പദ്ധതികളും ഇങ്ങനെ തന്നെയാണ്. കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും പാല് കറക്കാൻ പാത്രം എടുക്കുക എന്നാണ് എനിക്ക് പറയാൻ. വാക്യത്തിൽ പ്രയോഗിച്ചതാണോ? എന്നാൽ ബഹുപ്രീതി സമാസം തോറ്റല്ലേ. എല്ലാ ടാക്സുകളും അടച്ച രേഖകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളാണ് സംസാരിക്കുക. ഞാൻ ഒരക്ഷരം മിണ്ടുന്നില്ല. അതുകൊണ്ട് മിസ്റ്റർ സാജൻ, നിങ്ങൾക്ക് എന്നെ ഒന്ന് ക്ഷണിക്കാമോ? ഒരുപക്ഷെ ഇതുവരെ ഒരു മലയാളിക്ക് ലഭിക്കാത്ത ഒരു സുവർണ അവസരം. വിളിച്ചാൽ ഞാൻ വരാം. താങ്കൾക്ക് ക്ഷണിക്കാമോ? എങ്കിൽ ഞാൻ അവിടെ വരാം. എന്റെ പ്രശ്നങ്ങൾ ജോയിക്കും, ജോയിയുടെ പ്രശ്നങ്ങൾ എനിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു വേദി ഒരുക്കുകയാണ്. എല്ലാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, GST, TDS എല്ലാ പേപ്പറുകളുമായിട്ട് ഞാൻ അവിടെ വരാം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. താങ്കൾ നേരത്തെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ബോച്ചെ തട്ടിപ്പ് വീരൻ, വെട്ടിപ്പ് വീരൻ, ഉടായ്പ വീരൻ എന്നൊക്കെ പറഞ്ഞു. മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ. രേഖകൾ വെച്ച് താങ്കൾ പരിശോധിച്ചിട്ട് അങ്ങനെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ 10 കോടി രൂപ ഞാൻ വരും. ഒരു ചെക്കായിട്ടാണ് വരിക. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. അതുകൊണ്ട് 10 കോടിയുടെ ചെക്കുമായി കൂടാതെ ഈ 2 മാസത്തെ കച്ചവടത്തിന്റെയും സമ്മാനത്തിന്റെയും ബോച്ചെ ഫ്രാഞ്ചൈസി, ബോച്ചെ പാർട്ണർമാർക്ക് കിട്ടിയ മാസം തോറും കിട്ടിയ ലക്ഷക്കണക്കിന്റെ സ്റ്റേറ്റ്മെന്റുമായി ഞാൻ വരികയാണ്. അപ്പോ മിസ്റ്റർ സാജൻ സ്കറിയുടെ ക്ഷണത്തിനായിട്ട് ഞാൻ കാത്തിരിക്കും. ദിവസേന ഞാൻ കാത്തിരിക്കും.